അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ലെങ്ത്തൊക്കെ ഒന്ന് കുറക്കാൻ നിന്നത് അന്നലത്തെ കമൻറ്റ് കണ്ടു എന്താ വെച്ചിട്ട് ഫൈസു ഫാസിന്ന്. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചുകൂടെ പിന്നെ എന്താ വെച്ചാൽ പൊട്ടടലെ ചമ്മന്തി ഒന്ന് റെസിപ്പി പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇൻഷാ അല്ലാ അത് ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ. അത് നമ്മൾ പുളിദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ഇന്ന് മെയിനായിട്ട് ഇത് നമ്മൾ കൂന്തൽ ഫ്രൈ അവസാനം ഉണ്ടാക്കുന്നത്. ലെങ്ത്ത് കുറക്കാൻ കഴിയണില്ല. കാരണം ചിലോല് ഇങ്ങനെ നല്ലത് പറയും. കാരണം ഇന്നലെ ഞമ്മക്കൊരു ഇത് മെസ്സേജ് കണ്ടുട്ടോ, ആരാന്നും അറിയില്ല. എന്താ എൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇനി എന്ത് ഇതായാലും വേണ്ടില്ല, ഓരോ റെസിപ്പികൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ പതിവ് പോലെ ഇതൊക്കെ വീതനമൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മാങ്ങക്കൊക്കെ വല്ലാത്തൊരു പൂതി, മാങ്ങാക്കാലമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇന്നെന്താ വെച്ചാൽ കുഞ്ഞമ്മത്തി കറി വെക്കണം, കൂന്തൽ ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ. രാത്രിയിൽ കിടക്കുമ്പോൾ മീനൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തുങ്ങാണ്ട് ഞാൻ താഴത്തേക്ക് വെക്കും. നമ്മളെ ഫ്രിഡ്ജാണെങ്കിൽ പറ്റ കേടന്നു കേട്ടോ. അപ്പം ഇനി ഒരുപാട് നേരം ഇവിടെ വെക്കണം. അപ്പം ഞാൻ അവസാനമാണ് കൂന്തൽ കൊണ്ട് ഫ്രൈ ഉണ്ടാക്കണത്. അപ്പം നമ്മളെങ്ങനെയായാലും ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ. പിന്നെ ഏതായാലും തേങ്ങ 2 ദിവസമായി ചിരകി വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ തേങ്ങ വെച്ചാൽ കാണില്ല, അതുകൊണ്ട് കൊട്ടാടും. അപ്പം ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരൂല. പിന്നെ നമുക്ക് പുളിദോശ ഉണ്ടാക്കണം, ഇന്നലത്തെ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ കുഞ്ഞമ്മത്തി നല്ല വട്ടത്തിൽ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അന്ന് കറി വെക്കണത്. ഞാമരക്കരി ഒരുപാട് നേരമാണ്, അതിൽ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം തക്കാളി നുറുക്കിക്കാണ്ട് അടുപ്പത്താണ് വെച്ചാൽ അത് അവിടെ കാർന്ന് വേവും ചെയ്തോളും. അമരക്ക നുറുക്കലും കഴിഞ്ഞോളിച്ചിട്ടാണ് ഈ പണി ചെയ്യണത് കേട്ടോ. ഇന്ന് ചെറിയൊരു കള്ളത്തരൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ കൂന്തൽ 2 വിധത്തിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ വാക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രസം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ബാബു പറഞ്ഞപ്പോൾ അത് വലിയൊരു ഇഷ്ടമായില്ല. അപ്പം ഞാൻ അത് ഉണ്ടാക്കണില്ല, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ മാതിരി ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ടാണ് കരുതുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് എന്തേ അങ്ങനെ ഉണ്ടാക്കാഞ്ഞു ചോദിച്ചു. ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ മാതിരിയാണോ ഇത് ഉണ്ടാക്കിയത് ചോദിച്ചു ഇത് തിന്നുമ്പോൾ. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരിയാണ് ഇത് പറഞ്ഞ് വീഡിയോ കാണുമ്പോഴേക്കാരം ഇതറിയട്ടോ. അപ്പം നമ്മൾ തക്കാളി എങ്ങനെ 2 ഞാൻ എടുത്തിട്ടുള്ളൂ, തേങ്ങ അരച്ച് വെക്കണതല്ലേ. അപ്പം പിന്നെ തക്കാളി തോനൊന്നും വേണ്ടല്ലോ. തക്കാളി ലേശം 2 തക്കാളി എടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അത് അങ്ങനെ വേവിച്ചാണ്. പിന്നെ ഒക്കെ ചതച്ചിടണം. അപ്പം ഞാൻ ചതച്ചിടണില്ല. തേങ്ങ വറക്കുമ്പോൾ നമുക്ക് അയക്കിടാലോ, വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളിയൊക്കെ ആയാലും എന്ന് കരുതിങ്ങാണ്ടിരിക്കണു. പിന്നെ എനിക്ക് എന്താണെന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, കുറേ ഫ്രണ്ട്സുകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോ ആൾക്കാരിങ്ങനെ കണ്ടു വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പാടുന്ന് ഇവിടെ എത്തിയതാണ്. ഇപ്പം അൽഹംദുലില്ലാ അങ്ങനത്തെ വിഷയത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ഞാനിതാ തേങ്ങ വറുക്കുകയാണ്. അതൊക്കെ ഇൻഷാ അല്ലാ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വീഡിയോ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണമല്ലോ. അപ്പം ഇതിൻ്റെ സ്റ്റോറി ആയാലും കഷ്ടപ്പാടൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ്. കുറേ ഫ്രണ്ട്സുകളോട് ഞാൻ പറയും, കാരണം എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 9ാം ക്ലാസ് തുടങ്ങിയ കഷ്ടപ്പാട് തുടങ്ങിയിരുന്നു. ഇപ്പം എങ്ങനെയായാലും എല്ലാവരും വിജയിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ആഗ്രഹങ്ങളുള്ളൂ, നമുക്കൊരു ചെറിയൊരു വീടാവണം. അതുപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ നേരായി കാണുക. പിന്നെ നമുക്ക് മാറാരോഗങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, അതിന് എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ അതൊക്കെ അങ്ങനെ ആവട്ടെ. അപ്പോൾ നമ്മൾ അമരക്ക നുറുക്കൽ തുടങ്ങി. അമരക്ക ഞാൻ എന്ത് കാട്ടി ഒന്നിങ്ങനെ പിച്ച് പൊളിച്ചായിട്ടുണ്ടാവുമല്ലോ ഇത് പുഴുക്കൾ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടു. പിന്നെ കട്ടിംഗ് ബോർഡ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, കട്ടിംഗ് ബോർഡ് ഇപ്പം നിങ്ങൾ കണ്ടാൽ നെട്ടുള്ളൂ. അത്തരി ഒരു ജാതി കളറായിക്കണു, കുറേ മുന്നേ വാങ്ങിയതല്ലേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യും, എന്താ എളുപ്പം എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഒരു പ്ലേറ്റാണ് കൗത്തി വെച്ചു, അതിമ വെച്ച് അരിഞ്ഞു. കട്ടിംഗ് ബോർഡും ആയി, പ്ലേറ്റിനുള്ള വെയിറ്റും ആയിട്ടോ. അപ്പം അതങ്ങനെ കഴിഞ്ഞു. അപ്പം അങ്ങനെ അമരക്ക ഇതായപ്പത്തിന് കണ്ടില്ല നിങ്ങൾ, ഇന്നത്തെ പണിയാണ്. തക്കാളി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി ഇത് കുത്തി ഉടച്ചങ്ങാണ്ട് പുളിവെള്ളം പാർന്നപ്പോൾ കണ്ടില്ല നിങ്ങൾ, കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി എങ്ങനെ ആയാലും നമുക്ക് തേങ്ങ അരച്ച് പാറുമ്പോൾ അതങ്ങനെ അറിയില്ലല്ലോ. അതുപോലെ തേങ്ങ വറക്കല കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് തിളച്ച് ശരിയാകുമ്പോഴത്തേന് നമുക്ക് തേങ്ങ അരക്കും ചെയ്യാമല്ലോ. പിന്നെ ചൂടാറാനൊന്നും ഞാൻ നിൽക്കണില്ല കേട്ടോ. പിന്നെ മീനും തേങ്ങയും ഒപ്പിട്ടിട്ടാണ് ഞാൻ കറി വെക്കണമെന്ന കറിക്കൊന്നും പാടെ രസം കൂടും. പിന്നെ പച്ചമുളക് കൂട്ടാൻ മറന്നു, പച്ചമുളകൊക്കെ ചോന്ന കളറായിക്കണു. അപ്പോൾ ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളൊക്കെ തേങ്ങ വറക്കുമ്പോൾ ഒരു 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അരച്ചാൽ നല്ല രസമാണ്. അപ്പോൾ രസം വെള്ളമൊക്കെ പാർന്നത് അങ്ങനെ അരക്കട്ടെ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടൊക്കെ
എപ്പോഴുമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ വരുമ്പോൾ നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷമായി. കാരണം അതെന്താ ചോദിച്ചാൽ നമ്മൾ ഇടങ്ങറുകളുണ്ടല്ലോ ഒരാളോട് ഷെയർ ചെയ്യുമ്പോഴും, അതുപോലെ നമ്മളെ സന്തോഷങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ. കാരണം ഞാനൊക്കെ അങ്ങനെ കുറേ അനുഭവിച്ചതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കറി തിളക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ഇതാ തേങ്ങ പാർന്നു, അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ വല്ലാതെ തിളക്കാനൊന്നും നിൽക്കണില്ല, മീനൊക്കെ പറ്റയിക്കണു കേട്ടോ. അപ്പോൾ കൂന്തൽ പുതിയതാണ്, മത്തിയാണെങ്കിൽ പറ്റയിക്കണു. എന്നാലും പുളിയിലിട്ടാൽ നല്ല രസം ഉണ്ടാവും. ഒന്നുപാടാണ് ബലം വെക്കുമല്ലോ. അങ്ങനെ അത് അവിടെ തിളച്ച് ശരിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളി തൂമിച്ചിട്ടുണ്ട്. അമരക്കെന്ന് എന്തായാലും വേണ്ടില്ല, ചട്ടിക്കുടുക്കയിൽ അങ്ങോട്ട് വെക്കാന്ന് കരുതിക്കാണ്. ചെറിയ ചട്ടിക്കുടുക്ക ഉണ്ടെങ്കിൽ ഇപ്പേരിയൊക്കെ വെക്കാൻ നല്ല രസമാണ്. കറി വെക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. അതിൽ കറി വെച്ചാൽ നമ്മൾ ഉച്ചക്ക് കൂട്ടുമ്പോഴത്തേന് തന്നെ കഴിയും. അപ്പം ഞാനിതൊന്നും എടുക്കലില്ല. ഞാൻ അധികം ആ ചട്ടിയിലും വേറൊരു ചട്ടി ഉണ്ടായില്ല തന്നെ ഈ കാരം കറി ആയാലും ഉപ്പേരി ആയാലും വെക്കൽ കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ ഒക്കെ ഇങ്ങനെ എടുത്ത് പറ്റാന്നല്ല, പിന്നെ അത് ആ യഥാസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ പിന്നെ കുറച്ച് പണിയാണ്. ചട്ടിക്കുടുക്ക ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എനിക്കിഷ്ടമാണ് ഒരു പത്തിരി ചട്ടി വാങ്ങണം, ഇനി ഒരു എണ്ണച്ചട്ടി വാങ്ങണം. അപ്പം എന്നോട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കമൻറ്റിൽ, എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കിക്കൂടെയെന്ന് ചോദിച്ചോലുണ്ട്. ഇൻഷാ അല്ലാ മൺചട്ടിയൊക്കെ നമുക്ക് വാങ്ങണം. നമ്മളുണ്ട് ആഗ്രഹിച്ചുമ്പോഴത്തേന് കിട്ടണം എന്നുണ്ടെങ്കിലേ നടക്കൂല. കാരണം 2 മക്കൾ സ്കൂൾക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ കാര്യങ്ങൾക്ക് തന്നെ വേണം ഒരുപാട് പൈസ. അത് എങ്ങനെ ആയാലും സ്കൂളിൽ പോണ കുട്ടികളുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് അറിയല്ലേ, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മളവിടെ മൂടി വെച്ച് നമ്മളെ മക്കളെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതാവുക. അത് നമ്മളൊരു ഉമ്മയും വാപ്പിയും ആവുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഇത് നമുക്ക് അറിയണുള്ളൂ. അപ്പം നമ്മളെ മീൻകറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തൂമിച്ച് പാരിയാണ് കേട്ടോ. ബാക്കിയുള്ള പരിപാടി എന്നിട്ട് ഇങ്ങനെ ചെയ്യാലോ. അപ്പം മീൻകറി റെഡി ആയി. ഇനി ബാക്കിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരുപാട് പാത്രം മോറാണ്ട്, അതുപോലെ തന്നെ മുറ്റടിച്ചാണ്ട്. അപ്പം ഞാൻ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. നമുക്ക് ഇന്ന് വടുക്കിണി പണി നേരത്തെ എടുത്താൽ തോന്നും നാളെ വടുക്കിണി പണി അവസാനം എടുക്കണം എന്ന് കരുതും. അപ്പം അതാ എല്ലാതും ആയിട്ടുണ്ട്. ദോശ ചുട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചോറിന് വെള്ളം ഒന്ന് അവസാനമാണ് വെക്കുന്നത്. ചായക്ക് ഇങ്ങനെ പുട്ടാണെങ്കിൽ കൊണ്ടുപോകില്ല, ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ മോന് അതാണല്ലോ കൊണ്ടുപോകുക. അപ്പം ചോറിന് വെള്ളം വെച്ചിട്ട് മുറ്റടിച്ചാൽ പോകും. എന്നാൽ മുറ്റടി കഴിയുമ്പോഴത്തേന് ചോറിൻ്റെ വെള്ളം തിളക്കുകയും ചെയ്തോളും. എന്നാൽ എളുപ്പം കാര്യങ്ങൾ കഴിച്ചിലാവുമല്ലോ. ഇതാണ് മുറ്റടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, സോപ്പ് പൊടിയിൽ ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ കഴിയും. പിന്നെ അതുമല്ല മുറ്റടിച്ച് വെച്ചാൽ നമ്മളെല്ലാ സ്ഥലത്ത് തപോക്കും കട്ടുകൊണ്ട് ലേശം വേപ്പും തയ്യും ചെടിയൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എങ്ങനെ ആയാലും പ്ലാവിൻ്റെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിടണം. മുറ്റടിച്ചുമ്പോൾ ഏറ്റവും വെറുപ്പില്ലൊരു സാധനമാണ് ഈ പിലാവിൻ്റെ ഇല ഉണ്ടല്ലോ, കവുന്നടന്ന് നിൽക്കുമ്പോൾ നമ്മൾ അടിച്ചോരിയാൽ പോരി തന്നെ കേട്ടോ. അത് കൈകൊണ്ട് എടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതാ നമ്മൾ ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുറ്റടി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇങ്ങനെ ഒരു കാര്യം, ഇപ്പം ഈ സമയത്ത് നമ്മൾ ഇവിടെ അടുക്കളയിൽ തന്നെ മുട്ടി തിരിയാണെങ്കിൽ ആ മുറ്റടി അവിടെ കിടക്കും അല്ലേ. അപ്പം അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണം. നമ്മൾ രാവിലെ എങ്ങനെയാലും നമ്മളെ തടിക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ്, മണ്ടി പാഞ്ഞ് പണിയെടുക്കണം. അപ്പം അത് കഴിഞ്ഞു. ചോറിനില്ല അരി തീമിട്ടു. ഇനി ഇതാ ദോശ ചൂടാണ്. ദോശ തിന്നാനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഷാലും മോനൊക്കെ. അപ്പം ഇനി ചൂട് കൊടുക്കാൻ ലേശം നെയ്യോ വെളിച്ചെണ്ണയൊക്കെ മേലെ കൂടെ ആക്കിങ്ങാണ്ട് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ചൂടായിരുന്നു. അപ്പോൾ ചുട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ഓൾക്ക് ഇപ്പം തന്നെ വേണ്ട, കുറച്ചും പാടെ കജ്ജട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഒന്നും നോക്കില്ല. ചില നേരത്ത് കുട്ടികളെ വർത്താനം കേൾക്കുമ്പോഴേ പിരാന്ത് തലക്ക് പിടിച്ചും. കുട്ടികളിങ്ങനെ പിരാന്ത് പിടിപ്പിച്ചു. അത് ഒന്നാമതായി മാങ്ങ കണ്ടോണ്ട്. അപ്പം മാങ്ങ ഞാൻ നുറുക്കി വെക്കും. നുറുക്കി വെക്കണ ഇപ്പം തിന്നാനല്ലാണ്ട് നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള പണികളൊക്കെ ഇങ്ങനെ ചെയ്യും. ലേശം സുർക്കട വെള്ളം ആ മാങ്ങയുടെ അണ്ടിയും ഉപ്പും 2-3-4 പച്ചമുളകൊക്കെ ഇട്ടിട്ട് എല്ലാം കുത്തി ഇളക്കിങ്ങാണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വടുക്കിണി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ ഒരുങ്ങാണ്. കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ ജീരകവും കുരുമുളകും പൊടിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ പാർന്നു, ഏലക്കായി അതുപോലെ തന്നെ പട്ട അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ഒരു പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ അത് കുറച്ചിങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളി ഞാൻ പൊളിച്ചിട്ടൊന്നുമില്ല. ചുവന്നുള്ളി ഇങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊളിച്ചോളൂ. നല്ല രസമല്ല ഫ്രൈ ആണ് മക്കളെ. ഇതിക്കൊക്കെ ഒരു പൊറാട്ട ഉണ്ടെങ്കിൽ പറയാൻ വെച്ചാട്ടോ അത്രയും രസമായിക്കാരം. അപ്പോൾ ഞാൻ ഉള്ളിയോളൊക്കെ ഏകദേശം വാടി വന്നപ്പോൾ ഞാനിത് വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലുള്ളി നല്ല ഇങ്ങോട്ട് വാടി വരട്ടെ. അതും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാതെയാണ് ഞാൻ വാട്ടിയത്. കാരണം ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ ഉള്ളി ഇങ്ങോട്ട് കൊയഞ്ഞിങ്ങാണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഉപ്പിടാതെ വാട്ടി എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകും പൊടി കാശ്മീർ മുളക് പൊടി ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുരുമുളക് പൊടി നല്ലോണം ഇടുന്നുണ്ട്. കാശ്മീർ മുളക് പൊടി എന്താ വെച്ചിട്ടാ ഒരു ചൊറുക്കുണ്ടായിക്കോട്ടെ, കാരണം കൂന്തൽ ഫ്രൈ കറുത്ത് കാണണ്ടല്ലോ, അതിനും വേണ്ടി കണ്ട ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം എങ്ങനെയായാലും ബാബു പറഞ്ഞ മാതിരിയല്ല കേട്ടോ ഉണ്ടാക്കണത്, ഇങ്ങനെയാണ് ഉണ്ടാക്കണം. അപ്പോൾ മസാലകളൊക്കെ റെഡി ആയിട്ട് എണ്ണയിൽ തന്നെ ഇട്ടുകൊണ്ട് ഇതാക്കണം. എന്നിട്ട് അവസാനമാണ് തക്കാളി ഇട്ട് കൊടുക്കണം. എന്നാൽ തക്കാളി ആദ്യം ഇട്ട് കൊടുത്താൽ ആ മസാല ശരിയായി കിട്ടൂല, എണ്ണയിൽ വറുത്ത മാതിരിയാവും ആദ്യം നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളെ മസാല ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കണം, ആ തക്കാളിയൊക്കെ വെന്ത് വരാൻ. അപ്പം തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, ഇതിൽ പച്ചമുളക് ഇട്ടാൽ നീറ്റൽ കൂടും. അപ്പോൾ നമുക്ക് ഇത് 1/2 കിലോത്തോളം കൂന്തൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരാൾക്കും തേഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബാബു പറയുന്നത് എന്താ വെച്ചാൽ ഓല് പറഞ്ഞ മാതിരി ഉണ്ടാക്കിയിട്ടാണ് രസം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച മാതിരി ഉണ്ടാക്കുക. പിന്നെ ഇതിൽ ലേശം വെള്ളാട്ടം ഞാൻ പറഞ്ഞ് ആ മിക്സിയുടെ ജാറിനെ തുടച്ചിട്ട് ലേശം വെള്ളം കാര്യം, കാരണം ആ തക്കാളിയിൽ നല്ല വെള്ളം ഉണ്ടാവും. ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ ലേശം വെള്ളം അവിടെ മുക്കി വെച്ചു. എനിക്ക് ചോറ്റിൽ പാർന്ന് തിന്നണത് നല്ല ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട്. അപ്പം എനിക്കൊരു പൂതി പുട്ടിന്. അപ്പം എനിക്ക് പുട്ട് ചുട്ടു, അതിൻ്റെ നീരിട്ട് കണ്ട് പുട്ട് തിന്നാലോചിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചാൻ പോവാം. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് എഴുതണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കമൻറ്റ് വായിച്ചായിരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കൊലായ്മ പോയി ചായ കുടിച്ചാലോ ഒരുക്കത്തിലാണ്. അപ്പോൾ ആദ്യം എല്ലാവർക്കും സെറ്റാക്കി കൊടുക്കട്ടെ. 2 ദോശ ശാലുവിന്, 3 ദോശ മോനുവിന്, എനിക്കൊരു കഷ്ണം പുട്ട്, അതുപോലെ എനിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളത് 3 ദോശ ആക്കിയിട്ടുണ്ട്. അതിക്ക് കൂന്തൽ ഫ്രൈ തന്നെ കേട്ടോ നല്ല ചുടിയിൽ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്നപ്പോൾ പറയാണ് ഇനി എന്നും ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട്. എല്ലാവരും എന്നെ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട്. കാരണം നമ്മളിപ്പം തന്നെ നിങ്ങളതൊന്നും പറഞ്ഞങ്ങാണ്ട് ഇതാക്കണില്ല കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇങ്ങോട്ട് കൊടുന്നിക്കുക. അപ്പോൾ ആയിക്കോട്ടെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.